നമസ്കാരം. 15 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സംസ്ഥാന കലോത്സവം കൊല്ലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ രുചിയുടെ കേമ കൊണ്ടും കലകളുടെ കേമ കൊണ്ടും കൊല്ലം എപ്പോഴും വേറിട്ട് നിൽക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഈ കൊല്ലത്തെ ഒരു അനുഭവം എങ്ങനെയുണ്ട്? കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് ചൊല്ലുണ്ടല്ലോ. അപ്പോൾ ഞാനങ്ങനെ പേടിച്ചിട്ടാണ് വന്നത്. ഇനി ഇല്ലങ്ങ വേണ്ടാണ്ട് വരുമെന്ന്. കുഴപ്പമില്ല, കൊല്ലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, നല്ലോണം പോകാം. ഓക്കെയാണ്. അതാണ് സാറ് പറഞ്ഞ തന്നെ, കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലത്തിലേക്ക് വരുന്ന അതിഥികളിൽ നല്ല ഗംഭീരമായ ഫുഡാണ് കൊടുത്തേക്കുന്നതെന്നാണ് പൊതുവെ പത്രമാധ്യമങ്ങളിലും ഇവിടെ ഫുഡ് കഴിച്ച ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ രുചിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഷെഫ്പിള്ളയുടെ നാടാണ് കൊല്ലം. ഇപ്പോൾ ഷെഫ്പിള്ള 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാറിനെ സന്ദർശിച്ചു എന്നാണ്. എന്താണ് ഫുഡ് കഴിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്? ഇല്ല, ഞങ്ങളും അഭിപ്രായങ്ങളൊന്നും വരാറില്ലല്ലോ. കാരണം അത് ശരിയല്ല. അല്ല, ഇപ്പോൾ കൊല്ലത്തുകാർക്ക് സാറിൻ്റെ ഒരു രുചി വൈഭവം അറിയാൻ കിട്ടിയ ഒരു അവസരമാണ്. നമ്മുടെ നാട്ടുകാരും പ്രത്യേകിച്ച് ഇന്ന് ചുക്കാൻ പിടിക്കുന്നത് വിഷ്ണുനാഥ് MLA ആണ്. അദ്ദേഹം എന്താണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്? അല്ല, അദ്ദേഹം അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. അദ്ദേഹം ഫുഡ് കമ്പനിയുടെ ചെയർമാൻ കൂടിയല്ലേ. അപ്പോൾ നന്നാക്കേണ്ട ചുമതല എന്നെക്കാൾ ഉപരി അദ്ദേഹത്തിനല്ലേ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നന്നാക്കണമല്ലോ. അല്ല, മറ്റ് കലോത്സവങ്ങളെ അപേക്ഷിച്ച് ഇവിടെ അനൗൺസ്മെന്റ് തങ്കശ്ശേരി, കുണ്ട്ര, അങ്ങനെയൊക്കെ പലവിധ പേരിലാണ് അറിയപ്പെടുന്നത്. അതൊരു വ്യത്യസ്തമായ അനുഭവം അല്ലേ? അതെ, എല്ലാ സ്ഥലം ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ കാണിക്കാറുണ്ട്. ഓരോ കൗണ്ടറിന് ഓരോ പേരിട്ട്. കഴിഞ്ഞ കോഴിക്കോട് അങ്ങനെ തന്നെയായിരുന്നു. പല കൗണ്ടറുകൾക്ക് പല പേരിട്ട് തന്നെ. ശരി, താങ്ക് യു.